ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഭക്ഷണം പാചകം എന്നത് ഒരു കലാരീതിയാണ്. സത്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നതിനെ സർഗവൈഭവമായി കാണാൻ മലയാളികൾക്കുള്ള ആവേശം ഒന്ന് വേറെ തന്നെയാണ്. സൗന്ദര്യ റാണി എന്നതുപോലെ പാചക റാണി മത്സരങ്ങൾ ചാനലുകളിൽ സ്ഥിരം പരിപാടിയാണ്. പാചക മേഖലയിൽ പ്രാവീണ്യം നേടിയവരുടെ കൈപുണ്യ രഹസ്യം എന്നത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ വീട്ടമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും ഏറെയുണ്ട്. സ്ത്രീ പുരുഷ ഭേദമന്യേ പാചക പ്രാവീണ്യവും അതുപോലെ അവതരണ ഭംഗിയും കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാചക വിദഗ്ധയായ ഡോക്ടർ ലക്ഷ്മി നായരുമായി ദുബായ് സ്റ്റുഡിയോയിൽ വെച്ച അഭിമുഖത്തിലേക്ക്. ഡോക്ടർ ലക്ഷ്മി നായർ, പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത അവതാരക, ഏറ്റവും മികച്ച പാചക വിദഗ്ധ. ലക്ഷ്മി നായരുടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേക്ഷകർക്കുണ്ട്. ഗൾഫിൽ വന്നപ്പോൾ ഈ അറേബ്യൻ രുചിഭേദങ്ങളെ കുറിച്ച് എന്ത് തോന്നി? ഇത് ഗൾഫ് എന്ന് പറഞ്ഞാലൊരു മിനി കേരളയല്ലേ. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സെൻറ്ററും കൂടിയാണ് സത്യത്തിൽ. കേരളത്തിൻ്റെ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ ആണെങ്കിലും ഇൻ്റർനാഷണൽ ഫുഡ് വേറെ കൺട്രീസിലെ കാര്യങ്ങളും കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നാൽ മതി, ലോകത്തിൻ്റെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ഒരു വെറൈറ്റീസും ഒരുപാട് ഉള്ള സ്ഥലമല്ലേ. ഭയങ്കരമായൊരു എക്സ്പോഷറാണ് ഇവിടെ വരുന്നവർക്ക്. ലക്ഷ്മി നായരുടെ പ്രോഗ്രാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കോളുകൾ വരുന്നത് പുരുഷന്മാരിൽ നിന്നാണോ സ്ത്രീകളിൽ നിന്നാണോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, രണ്ടു കൂട്ടരും വിളിക്കാറുണ്ട്. ലേഡീസ് പാചക സംശയങ്ങളാണ് കൂടുതലായിട്ടും വിളിച്ച് ചോദിക്കുന്നത്. പുരുഷന്മാരങ്ങനെ ചിലരൊക്കെ പാചക സംശയം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക, എന്നാലും കൂടുതലും പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വിളിക്കുന്നവരാണ്. ഗൾഫിൽ നിന്ന് കോളുകൾ വരാറുണ്ടോ? ധാരാളം. ഗൾഫിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകരുണ്ട്. എനിക്ക് കൂടുതൽ ആൾക്കാർ, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫിലുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്കൊരു താല്പര്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെയൊക്കെ വന്നു, അത്രേ ഉള്ളൂ. നമ്മളൊരു പാഷനേറ്റ് ആയാൽ ഏതെങ്കിലും ഒരു കാര്യത്തിനോട് നമുക്ക് അങ്ങനെ ഒരു അമിതമായ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനി പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു അക്കാഡമിഷ്യനാണ് ബേസിക്കലി. പഠിപ്പിക്കുന്നു, നിയമത്തിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾ, അതിൽ തന്നെ കൂടുതൽ റിസർച്ച് ചെയ്ത് അങ്ങനെ നടക്കുന്ന ആൾ. എങ്കിലും അതിനകത്ത് നിന്ന് ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് മാത്രം എന്നെ അങ്ങനെ അല്ലെങ്കിൽ തളച്ചിടാൻ പറ്റില്ല എനിക്ക് സ്വയം. കാര്യം എൻ്റെ ഇഷ്ടം പാചകത്തിനോടാണ് ബേസിക്കായിട്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു പാചകത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരാളായിരുന്നു. ഇതിൽ പാരമ്പര്യം ഇല്ല. അതിപ്പോൾ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ അമ്മ, മുത്തശ്ശി, അങ്ങനെയുള്ള ഒരു ജനറേഷൻ ഓഫ് ലേഡീസ് നമ്മുടെ എല്ലാ വീടുകളിലും എല്ലാം സ്ത്രീകൾ നന്നായിട്ട് പാചകം ചെയ്യുമല്ലോ. അങ്ങനെ ഒരു പാചകം എന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ പറയാനാണെങ്കിൽ ഇപ്പം എന്താ പറയുക, നാട് അച്ഛൻ്റെ നാടാണെങ്കിൽ അമ്മയുടെ നാട്. അപ്പോൾ കോലിയക്കോട് എന്ന് പറയുന്ന നാട് അച്ഛൻ്റെ നാട്. അവിടെയും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർ. അമ്മയുടെ പത്തനംതിട്ട ജില്ലയാണ് ഓമല്ലൂർ. അപ്പോൾ അവിടുത്തുകാരും ഭക്ഷണപ്രിയരാണ്. അപ്പോൾ മാവേലിക്കരയും ഓമല്ലൂരും കൂടിയുള്ള ഊണാട്ടുകരി. അപ്പോൾ ഇതെല്ലാം തന്നെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക സംസ്കാരമുള്ള സ്ഥലങ്ങളാണ്. ഇതെല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാനും ആൾക്കാരെ സൽക്കരിക്കാനും ഇഷ്ടമുള്ള ആൾക്കാർ. ഒരു പക്ഷേ അതിനൊക്കെ ജീനൊക്കെ ചിലപ്പോൾ രക്തത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകാം. ഈ ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല, ആ ഭക്ഷണത്തിൻ്റെ രീതി പറയുന്നതും അവതരിപ്പിക്കുന്ന രീതിയിലും കുറെ കൂടി ഗ്ലാമറൈസ്ഡ് ആയിട്ടാണ് കാണുന്നത്. അതെനിക്കറിയില്ല. വസ്ത്രധാരണത്തിൽ അതൊക്കെ എങ്ങനെയാണ് വിമർശനം വരുന്നുണ്ടോ? അല്ല, രണ്ടു തരം റെസ്പോൺസ് ആണല്ലോ. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത്, നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഞാനത് ആലോചിക്കാറില്ല. എനിക്കിഷ്ടമാണ് ആ രീതിയിലുള്ള വസ്ത്രധാരണം, എനിക്ക് ചേരുന്നു എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ഇടുന്നത്. വീട്ടിലെ മക്കൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം, അവരങ്ങനെ അധികം ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരല്ല. ഹസ്ബൻഡ് ആണെങ്കിലും മക്കളാണ്. നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ, അവരുടെ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും. ഞാനൊരു വ്യക്തിയാണ്, ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ കൂടുതലും വസ്ത്രധാരണത്തിനെ കുറിച്ച് ചർച്ച വരുന്നത് എൻ്റെ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാമിലാണ് കാണുന്നത്. പക്ഷേ അതാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഈ വസ്ത്രധാരണം കുറച്ച് വിവാദമാണെങ്കിൽ അത് കാണാനാണ്, അല്ലെങ്കിൽ അത് പറയുന്നു. അതുകൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടും. ഒരു കാര്യം ചർച്ച ചെയ്യുന്നത് നല്ലതിനാണെങ്കിലും ചീത്തയ്ക്കാണെങ്കിലും
അതൊരു ചർച്ചയാണ്. അപ്പോൾ അതൊരു ഡിസ്കഷന് വരുമ്പോൾ നാച്ചുറലി ആൾക്കാർ ശ്രദ്ധിക്കുന്നു എന്നുള്ള. സത്യത്തിൽ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ നമുക്കിപ്പോൾ കാഷ്വൽ ഡ്രസ്സേ പറ്റുള്ളൂ. അപ്പോൾ ജീൻസും ടോപ്പും പറയും. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ലക്ഷ്മി എന്താ സാരി ഉടുക്കുന്നത് പോസിബിൾ അല്ല എന്നുള്ളത് അറിയാം. കരിമല കയറുമ്പോഴും അല്ലെങ്കിൽ കാട്ടിനകത്തൂടെ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. അപ്പോൾ ചോദിക്കുക, എന്നാൽ പിന്നെ ചുരിദാറൊക്കെ ഇട്ടുകൂടെ, സൽവാർ ഇട്ടുകൂടെ, ഷോളൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, അങ്ങനെ ഇടാം ക്യാഷ്വൽ. പക്ഷേ അവർക്ക് എൻ്റെ ബുദ്ധിമുട്ട് അറിയില്ല. കാര്യം നമ്മളൊരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് ട്രാവലോഗ് എന്ന് പറയുമ്പോൾ ഓൺ ദ വേ നമ്മൾ ഇറങ്ങി പല പല കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. ഒരു ദിവസം രാവിലെ ഇറങ്ങിയ രാത്രി വരെ വി ആർ ഓൺ ദ റോഡ്. ഞങ്ങളൊരു ഹോട്ടലിൽ പോലും താമസിക്കുന്ന സ്ഥലത്തും എത്തുന്നില്ല. രാവിലെ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുന്ന സ്ഥലത്തല്ല രാത്രി ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു 5-6 എപ്പിസോഡാണ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ ഡ്രസ്സിൽ ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കുക എന്ന് പറയുമ്പോൾ, അല്ലാതെ ഞാൻ എങ്ങനെയാണ് വസ്ത്രം മാറുന്നത്? സൽവാർ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പർദ്ദ ഇടണം. ഞാൻ സൗദിയിൽ ഒരിക്കൽ പോയപ്പോൾ പർദ്ദ ഇട്ടിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. ഈ ആരാധകന്മാരാണോ കൂടുതൽ, ആരാധികമാരാണോ കൂടുതൽ? ഈ ആരാധികമാരും ഉണ്ട്, ആരാധകന്മാരും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വളരെ യങ്സ്റ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു 25ക്ക് താഴെയുള്ള കുറേ പിള്ളേരുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു എനിക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉണ്ടെന്ന് പറയാൻ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഈവൻ ഓൾഡ് പീപ്പിളും ഉണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്. അത് അവരുടെ ഓരോരോ ഇഷ്ടാനിഷ്ടങ്ങളാണല്ലോ. ചിലർക്ക് അങ്ങനെ ഒരു താല്പര്യം. പക്ഷെ ഫോണിലൊക്കെ സംസാരിക്കാൻ വിളിച്ചാൽ നമുക്ക് അങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നാമത് സമയമില്ല, പിന്നെ എന്ത് പറയാനാ. പരിചയപ്പെടുക, ഓക്കെ ഫൈൻ. കേരളത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രം തൊട്ട് കണ്ണൂർ വരെയുള്ള ഈ രുചിഭേദങ്ങൾ എങ്ങനെയാണ്? നമ്മൾ രുചിഭേദങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഉള്ള സ്പെഷ്യാലിറ്റീസ് ട്രിവാൻഡ്രത്തിന് മാത്രം സ്വന്തം. കാര്യം അവിടുത്തെ സദ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മാത്രം രീതിയാണ്. അവിടുത്തെ സദ്യ വിളമ്പുന്ന രീതിയാണെങ്കിലും അവിടുത്തെ ഉണ്ടാക്കുന്ന അവിയലിന് പോലും വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു കൾച്ചറാണ്. നമുക്ക് ബോളി നമുക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ് സദ്യ. പേരുകൾ പോലും അത് ചെറിയൊരു തമിഴ് കൾച്ചറുമായിട്ടൊരു ചെറിയൊരു ഇൻഫ്ലുവൻസ് സ്വാധീനമുണ്ട്. കാര്യം നമ്മൾ ബോർഡർ ആയിരുന്നല്ലോ അവിടെ നിന്ന് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പത്തനംതിട്ട ജില്ലയാണെങ്കിലും കോട്ടയം ആണെങ്കിലും പിന്നെ ഒരു വേറൊരു കൾച്ചറിലേക്ക് പോകണം. ഫുഡ് കൾച്ചർ. അവിടെ നോൺ വെജിന് കൂടുതൽ പ്രാധാന്യം, ഉണ്ടാക്കുന്ന കുടംപുളി ഇട്ട മീനും അങ്ങനെ ആ ലെവലാണ്. പിന്നെ ആലപ്പുഴ ഭാഗത്തേക്ക് പോയപ്പോൾ ഈ കായലിൻ്റെ പരിസരങ്ങളും അങ്ങനത്തെ ഒരു ബാക്ക് വാട്ടേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലേ, കായൽ വിഭവങ്ങൾക്കൊരു പ്രാധാന്യം. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം നോർത്ത് കേരളയിലെ തലശ്ശേരിക്കാരുടെയൊക്കെ ഭക്ഷണം, പലഹാരങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. മുസ്ലിങ്ങളുടെ പലഹാരങ്ങൾ പിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷെ വൺസ് ഇൻ എ വൈലൊക്കെ ഉണ്ടാക്കും. ചില ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കും. അപ്പം ഈ ക്ലാസ് എടുക്കാറുണ്ട്, വൺസ് ഇൻ എ വൈൽ എടുക്കാറുണ്ട്. പ്രിൻസിപ്പൾ ആയതിനു ശേഷം എനിക്ക് ക്ലാസ്സസിലേക്ക് ഞാൻ സഞ്ചരിക്കുന്നത് അത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതെങ്ങനെയാണ് കോളേജിൽ പോകാൻ സമയം കിട്ടുമോ, പ്രിൻസിപ്പൾ അവിടെ ഉണ്ടാകാറുണ്ടോ എന്നൊക്കെ ചോദിക്കാം. എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അവർ പറയും ടീച്ചർ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. പ്രിൻസിപ്പളിനെ ഒന്ന് ഇവിടെ നിന്ന് ഒഴിവാക്കി തന്നാൽ വലിയ ഉപകാരം എന്നായിരിക്കും അവർ പറയുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഉണ്ട്. വീക്കെൻഡ്സ് അല്ലെങ്കിൽ അടുപ്പിച്ച് എന്തെങ്കിലും അവധി കിട്ടും. നമുക്ക് ഇഷ്ടം പോലെ അവധി ഉണ്ടല്ലോ. കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 200 സംതിങ് ഡേയ്സ് മാത്രമേ വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും ഹോളിഡേയ്സ് ആണ്. വെക്കേഷൻ വരും, ഓണം, ക്രിസ്മസ്, സമ്മർ വെക്കേഷൻ. അപ്പം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഈ യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇല്ല, കഴിയുന്നിടത്തോളം ഒരു 95% ഞാൻ എൻ്റെ കോളേജ് ഡേയ്സ് അവധി എടുത്ത് വർക്കിന് പോകാറില്ല. അച്ഛൻ ശ്രദ്ധിക്കാറുണ്ട്. അച്ഛൻ ഇപ്പോൾ പണ്ടത്തെ അത്ര ആക്റ്റീവ് അല്ല, ബട്ട് ഇപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അച്ഛൻ്റെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. അച്ഛൻ അങ്ങനെ പ്രോഗ്രാം കാണാറില്ല. അതുപോലെ ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചപ്പോൾ ഈ പട്ടി ഇറച്ചിയുടെ കാര്യം എങ്ങനെയാണ്? അത് നാഗാലാൻഡിൽ മാത്രമാണ് അത് കണ്ടത്, പട്ടി ഇറച്ചി. അതൊരു ഭയങ്കര ഒരു കാഴ്ചയായിരുന്നല്ലോ. അത് നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ പല മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. എന്തിനാ ഇത്രയും വലിയ ഭീകരമായ കാഴ്ചകളൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, അത് കാണിക്കുന്നതിൽ എന്ത് തെറ്റ്? ആൾക്കാർ കഴിക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് ചുറ്റുമുള്ള ഒരു റിയാലിറ്റിയാണ്. അയ്യോ അത് പറ്റില്ല. അപ്പോൾ നമ്മളിത് കാണിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെയും ജീവിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ താങ്കളെ കാണുമ്പോൾ പരിചയപ്പെടാൻ വരുന്ന ആളുകൾക്കൊക്കെ എന്താണ് ആദ്യം പറയാ? ഇഷ്ടമാണ്. ഫുഡിനെ കുറിച്ച് പറയും, ഉണ്ടാക്കാറുണ്ട്, ഉണ്ടാക്കി നോക്കി നന്നായിരുന്നു എന്ന് പറയും. ചില ഭർത്താക്കന്മാർ പറയും, ഭാര്യമാരെല്ലാം പരീക്ഷിച്ചതേ ഞങ്ങളെ കണ്ടോ ഇരിക്കുന്നത്, ഈ ലക്ഷ്മി നായർ നിങ്ങൾ കാരണം ഞാനൊരു പരീക്ഷണ വസ്തുവായി കഴിഞ്ഞു, എൻ്റെ മേലെയാണ് ഭാര്യ ഇതെല്ലാം പ്രയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോമഡി ആയിട്ടൊക്കെ പറയാറുണ്ട്. നല്ല റെസ്പോൺസ് തന്നെയാണ്. അതൊരു തമാശയിൽ അങ്ങ് എടുക്കേണ്ട കാര്യമുള്ളൂ. ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ തന്നെയാണ് കാണുമ്പോൾ ഒന്ന് സംസാരിക്കുന്നത്. ഇനിയിപ്പം വേറൊരു ടേണിംഗ് കിട്ടുകയാണെങ്കിൽ അതിലും ഇതേപോലെ തന്നെ പോകും, അതാണ് ചിന്ത അല്ലേ? എനിക്കിപ്പം നമ്മൾ യാത്രയുടെ കാര്യം
കാര്യമായിട്ട് മുന്നോട്ട് പോകാണല്ലോ ഫ്ലേവേഴ്സ്. അപ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഏതാണ്ടൊക്കെ തീർന്നു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, ഇനിയും കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എവിടെയൊക്കെ പോയപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് പോയത് തായ്ലൻഡാണ്. തായ്ലൻഡിൻ്റെ സൗന്ദര്യവും ഭംഗിയും ഒക്കെ ആസ്വദിക്കുന്നതോടൊപ്പം അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ഒരു തരം ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കേരളത്തിലെ ആ പച്ചപ്പിലൂടെ ഒന്ന് യാത്ര ചെയ്യണം, ഒരു ഹൈ റേഞ്ചസിൽ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ചില ഏരിയാസിലൂടെ പോകണമെന്നൊക്കെ വീണ്ടും ഒരു തോന്നൽ. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇന്ത്യയിൽ പോകാത്ത കാണാ കാഴ്ചകളും നേടി ഒന്ന് പോകണം. പിന്നെ അത് കഴിയുമ്പോൾ അഗെയിൻ ഒരു എക്സോട്ടിക് പ്ലേസ്, സം അതർ കൺട്രി, ഇവൻ ശ്രീലങ്ക, കൂടുതൽ ഏഷ്യൻ കൺട്രീസിലെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിഷ്ടം സാരിയാണ് ഇഷ്ടം. ഞാൻ കോളേജിൽ എപ്പോഴും സാരിയാണല്ലോ. കോളേജിൽ കോട്ടൺ സാരീസാണ് നോർമലി ഉടുക്കുന്നത്. പിന്നെ ഇപ്പം കിച്ചൺ മാജിക് പോലെയുള്ള ഷോസിൽ കുറച്ചുകൂടെ ഗ്ലാമറസ് ആയിട്ടുള്ള ഇപ്പോൾ ഇത്തരം സാരീസ്, ഡിസൈനർ സാരീസൊക്കെ ചിലപ്പോൾ കൊടുക്കും. ഈ ഓരോ പ്രോഗ്രാമിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടാണ് എൻ്റെ വേഷവിധാനങ്ങളെല്ലാം. പിന്നെ ഫ്ലേവേഴ്സിന് പോകുമ്പോൾ ജീൻസും ടോപ്പും ഒക്കെ ഇടും. ഇപ്പോൾ തായ്ലൻഡിൽ പോയപ്പോൾ അവിടുത്തെ അതാണ് ഏറ്റവും വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അവിടെ പോയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ചില ഷോർട്ട് സ്കേർട്ട്സ് ഇട്ടിരുന്നു, മുട്ടിന് താഴെ ഉണ്ട് കേട്ടോ നീളം. പിന്നെ ലോങ് സ്കേർട്ട്സ് ഇട്ടിരുന്നു. കൂടുതലും ഞാൻ സ്കേർട്ട് ആൻഡ് ടോപ്സ് ആൻഡ് അങ്ങനത്തെ വേഷങ്ങളായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ വസ്ത്രമാണ് ഞാൻ ഇട്ടിരുന്നത്. അവിടെ അത്രയും പോലും വസ്ത്രം ഇല്ലാതാണ് ആൾക്കാർ നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്ത് പോയാൽ നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യും, അവർ നമ്മളിങ്ങനെ നോക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പോകണം കൂട്ടത്തിൽ. അപ്പോൾ ആ കൾച്ചർ അനുസരിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പം അവിടെ ആരും നോക്കുന്നില്ലല്ലോ നമ്മളെ. അപ്പോൾ അതങ്ങ് വെറുതെ വിടുക. ആ ഭാഗം കണ്ണിന് സുഖമുണ്ടോ കാഴ്ചയെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി, അതിൻ്റെ കാര്യമല്ലോ. പിന്നെ വേറൊരു കോൺട്രവേഴ്സി ഇടയ്ക്ക് പറഞ്ഞത് ഒരു കുളിസീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലേവേഴ്സിൽ ഞങ്ങൾ പിന്നെ ഒരു കാട്ടിനകത്ത് പോയിട്ട് അവിടെ ഒരു വാട്ടർഫാൾസിൽ പോയിട്ട് അതൊക്കെ ഒരു വലിയ സംഭവം പോലെയാണ് പറയുന്നത്. കുളിസീൻ, എന്ത് കുളിസീൻ? ഞാനൊരു ജീൻസ് ഇട്ടിട്ടുണ്ട്, ഒരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു വാട്ടർഫാൾസിൽ നമ്മളൊരു ട്രാവൽ പ്രോഗ്രാം അല്ലേ, ഇത്രയും ഒരു 6-7 കിലോമീറ്റർ നടന്നൊരു വനത്തിനകത്ത് ചെന്ന് താമസിക്കുന്നു, ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു ഫോറസ്റ്റിൻ്റെ. അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വനജീവിതവും അവിടെയുള്ള വാട്ടർഫാൾസുമാണ്. ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടം കണ്ടല്ലേ ഏതൊരു ഫാമിലി മെമ്പർ ആണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങുമല്ലോ. അത്രയും ഞാനും ചെയ്തോളൂ. അതായത് മുലക്കച്ചയൊന്നും കെട്ടിയൊന്നും അല്ല ഇറങ്ങിയത്. ജസ്റ്റ് ഐ വാസ് വെയറിങ് മൈ ഓൺ ഡ്രസ്. അതിൽ വലിയൊരു ഭയങ്കര അത് അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ എത്ര പേര് എന്നോട് പറഞ്ഞു എന്നറിയാമോ. അറേബ്യൻ കിച്ചൺ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ ദുബായിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗൾഫ് കൺട്രീസിലെ ആദ്യത്തെ സംരംഭമാണ്. നാട്ടിൽ ഒരു 4 സീസൺ ഓഫ് കിച്ചൺ മാജിക് നമ്മൾ ചെയ്തതാണ്, കുക്കിംഗ് റിയാലിറ്റി ഷോ. എനിക്ക് തോന്നുന്നു കൈരളിയാണ് ഇതിൻ്റെ ഒരു പൈനിയേഴ്സ് എന്ന് പറയാം, ഈ ഇത്തരം പാചകത്തിലെ റിയാലിറ്റി ഷോസിൻ്റെ. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ ഗൾഫ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൂടാണ്ട് ഗൾഫിലെ മറ്റ് ഭാഗങ്ങളിലേക്കും നമ്മളുടെ കിച്ചൺ മാജിക്, അറേബ്യൻ കിച്ചൺ മാജിക് ഉണ്ടാകുന്നതാണ്. പൊതുവെ നമ്മൾ മലയാളികൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണത്തെപ്പറ്റി കുറച്ചധികം ചിന്താവിഷ്ടരാണ്. പ്രാതൽ കഴിച്ച ഉടനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തെപ്പറ്റിയും ഒരു 3 മണിയാകുമ്പോഴേക്കും രാത്രികാലങ്ങളിലെ ഭക്ഷണത്തെപ്പറ്റിയും ആലോചിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരു വിവാഹത്തിന് പോയി തിരികെ വീട്ടിലെത്തിയാൽ വിവാഹത്തിൻ്റെ പ്രധാന ചടങ്ങിനെക്കുറിച്ചല്ല, കല്യാണ സദ്യയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. കല്യാണ ചെറുക്കനോ കല്യാണ പെണ്ണോ ഒന്നുമല്ല, കല്യാണ സദ്യ നല്ലതോ ചീത്തയോ എന്നതാണ് സവിശേഷ ചോദ്യം. ഭക്ഷണത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രാധാന്യമുണ്ട് എന്നർത്ഥം. പാചക വിദഗ്ധരുടെയും കുക്കറി ഷോയുടെയും കാഴ്ചകൾ കണ്ട് നമ്മുടെ വീട്ടമ്മമാർ ഇതൊക്കെ അനുകരിക്കാറുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. ഒരുപാട് മാസികകളിലും പത്രങ്ങളിലും വൈവിധ്യമാർന്ന പാചക രീതികൾ വിവരിക്കുന്നുണ്ടല്ലോ. ഗൾഫിലെ വീട്ടമ്മമാർ പാചക റാണിമാരുടെയും പാചക രാജാക്കന്മാരുടെയും അഭിരുചികൾ എങ്ങനെ സ്വയം അനുകരിക്കുന്നു എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം. അതിനുള്ള മറുപടികൾ ഇങ്ങനെ. ഗൾഫിലെ വീട്ടമ്മമാരോട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. കുക്കറി ഷോകളിലെ പാചക വൈദഗ്ധ്യങ്ങൾ അനുകരിക്കാറുണ്ടോ? ഏതാണ് കൂടുതൽ അനുകരിച്ചത്? ഞാൻ കൂടുതലായിട്ട് കാണുകയെന്ന് വെച്ചാൽ കൈരളി ടി വിയിലെ തന്നെ ലക്ഷ്മി ചേച്ചി ചെയ്യുന്ന കുക്കറി ഷോയാണ്. അപ്പോൾ അതിനകത്ത് ചേച്ചി വളരെ ഈസി ആയിട്ട് നമുക്ക് കുറേ പാചക കുറിപ്പുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, സക്സസ് ആവാറുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ചേച്ചി പറഞ്ഞിരുന്ന കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാനും ചെയ്യാറ്. അതുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ കുക്കറി ഷോസൊക്കെയാണ് എൻ്റെ ആശ്രയം. അത് നോക്കിയിട്ട് തന്നെയാണ് മിക്കതും ഭക്ഷണം ഉണ്ടാക്കാറ്. ലക്ഷ്മി നായരുടെയൊക്കെ കാണാറുണ്ട്. പിന്നെ ആനീസ് കിച്ചൺ ഉണ്ടല്ലോ, അത് കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ ഓണ സമയമാകുമ്പോൾ ഇഷ്ടം പോലെയാണല്ലോ അതെല്ലാം. വീട്ടിലെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിൽ വൈവിധ്യം ഉണ്ടാക്കാറുണ്ടോ? എനിക്ക് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, പിന്നെ അതാണ് ഒരു ടേസ്റ്റ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ലിറ്റിൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് സൗത്ത് ഇന്ത്യൻ കുക്ക് ചെയ്യാൻ പഠിക്കാൻ വേണ്ടി ഫുൾ ഞാൻ വീഡിയോസാണ് നോക്കാറ്. പണ്ടൊക്കെ നമ്മൾ പായസം, എന്താ പറയുക, പരിപ്പ് പായസം, അടപ്രഥമൻ, ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ വെറൈറ്റി പായസങ്ങളാണ്. പച്ചമുളക് കൊണ്ട് വരെ പായസം ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാറുണ്ട്. പിന്നെ വല്ല കോമ്പറ്റീഷന് പോകുമ്പോൾ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെയ്യാറുണ്ട്. നോൺ വെജ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുക. ഈസി അതാണ്. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ ഒരുപാട് എളുപ്പം കിട്ടും. നോൺ വെജ് ആണെങ്കിലും ഫിഷൊക്കെ കിട്ടും. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ്. എനിക്ക് നാടൻ സ്റ്റൈലിലുള്ള ഫുഡാണ് കൂടുതൽ ഇഷ്ടം. സാമ്പാർ, പച്ചടി, ഈ ഐറ്റംസൊക്കെയാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറ്. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. നമ്മുടെ മലയാളികളെ കൂടുതൽ എന്താ പറയുക ആകർഷിക്കുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി ഫുഡ് തന്നെയാണ്. അതാണ് ഞാൻ കൂടുതൽ ട്രൈ ചെയ്യാറും. ഞാൻ എപ്പോഴും പരീക്ഷണങ്ങൾ ചെയ്യാൻ എനിക്ക് താല്പര്യം. ഞാൻ പലതും ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ചിലത് നന്നായിട്ട് വരും, ചിലത് മോശമായി പോകും. അത് വീണ്ടും ട്രൈ ചെയ്യും, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ പല സാധ്യതകളുണ്ടല്ലോ, യൂട്യൂബ് ഉണ്ട്, ചാനലുകളിൽ കുറേ കുക്കറി ഷോ ഉണ്ട്. അതെല്ലാം നോക്കിയിട്ട് നമുക്ക് താല്പര്യമുള്ളൂ. ഇപ്പം നമ്മുടെ കുട്ടികളും ഹസ്ബൻഡും കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. പഴയ ടൈപ്പ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള പായസ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ TV നോക്കിയിട്ട് പരീക്ഷിക്കാറുണ്ട്. പുതിയ ഭക്ഷണ രീതി പരീക്ഷിക്കുന്നത് സ്വയം കഴിച്ചുകൊണ്ടാണോ അതോ ഭർത്താവിന് നൽകിക്കൊണ്ടോ? പ്രധാനമായും പരീക്ഷിക്കുന്നത് ഭർത്താവിൽ തന്നെയാണ്. അതെ ഡെഫിനറ്റ്ലി. അവിടെയാണല്ലോ നമുക്ക് ആധികാരികമായി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുക. നല്ലതല്ലെങ്കിൽ നല്ലതല്ല തന്നെ വൃത്തിക്ക് പറയും, നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും. ഹസ്ബൻഡ് നല്ലൊരു ഫുഡ് ക്രിറ്റിക്കാണ്. ഞാൻ ആദ്യമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറയുന്നു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിനൊരു വിലയില്ല എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു. ഇപ്പോൾ പക്ഷെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാറുള്ളത്. അപ്പം ചിലത് നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ അതാണ് ഹസ്ബൻഡ് പറയുന്നതാണ് ഞാൻ മിക്കവാറും കോമ്പറ്റീഷന് കൊണ്ടുപോകാറുള്ളത്. നാട്ടിൽ നിന്ന് മുളക്, അരി, ഗോതമ്പ് ഇതൊക്കെ കൊണ്ടുവരാറുണ്ടോ? ഉണ്ട്, കൊണ്ടുവരാറുണ്ട്. നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വരുമ്പോൾ അമ്മയോടും അല്ലെങ്കിൽ ഹസ്ബൻഡ് വീട്ടിൽ എന്തൊക്കെ പറഞ്ഞിട്ട് അച്ചാർ, മുളക് പൊടി, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ക്വാളിറ്റി പോരാന്ന് തോന്നിയിട്ട് ബാക്കി അല്ലാതെ സാമ്പാർ പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടിയെല്ലാം, അരിപ്പൊടി അതെല്ലാം കൊണ്ടുവരാറുണ്ട്. മലബാർ, കൊച്ചി, തിരുവനന്തപുരം ഇതിൽ ഏത് മേഖലയിലെ ഭക്ഷണമാണ് രുചികരം? എനിക്ക് മലബാറിന് കൂടുതൽ ടേസ്റ്റി തോന്നിയിരിക്കണത്. ബിരിയാണി ചെയ്യാറുണ്ട്. ഭക്ഷണം സ്വയം കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് പ്രശംസ നേടാനുള്ള ഒരു ഉപാധിയായി മാറുകയാണോ കുക്കറി എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയും അതൊക്കെ തന്നെ അലങ്കാരമായി മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുകയും ചെയ്യുന്നവരുമുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ പ്രവാസി മലയാളികൾ മിക്കവാറും സ്വയം ഭക്ഷണം ഉണ്ടാക്കുകയും സ്വയം കഴിക്കുകയും അത് മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന പ്രകൃതക്കാരാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതെത്രത്തോളം ആരോഗ്യകരമാണ് എന്ന ചോദ്യവുമായി ഞങ്ങൾ ഒരു ഡയറ്റീഷ്യനെ കാണുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ചിട്ട് ഈ ഭക്ഷണ രീതി ഏതൊക്കെ അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്? മെയിനായിട്ട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഒബേസിറ്റി, യൂറിക് ആസിഡ് ഡിസോർഡേഴ്സ്, ഇതാണ് മെയിനായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ. ഡയബറ്റീസിൽ മെയിനായിട്ട് വരുന്നതാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് മെയിനായിട്ട് വേണ്ടത് ഡയബറ്റീസിന്. ഫസ്റ്റായിട്ടാണെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഫാറ്റി ഫുഡ്സിൻ്റെ ഇൻടേക്ക് കുറക്കുക എന്നുള്ളതാണ്. എക്സസൈസും വർദ്ധിക്കുക. ഇപ്പോഴത്തെ ഒരു മെയിനായിട്ടെന്നാണ് എല്ലാവരും സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ട് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവുക. പിന്നെയാണ് ഫുഡിൽ ചേഞ്ചസ്. ഫാറ്റി ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നതിന് പകരം കൂടുതലും ഫൈബർ റിച്ച് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുക. മെയിനായിട്ട് ഡയബറ്റീസിന് ഫ്രൂട്ട്സ് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആപ്പിൾ, പെയർ, പീച്ച്, ബെറീസ്, ഇതെല്ലാം ഫ്രൂട്ട്സ് കാറ്റഗറിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓറഞ്ച്, ബനാന, മാംഗോ അങ്ങനെയുള്ള കൺസംഷനിലെല്ലാം റെഡ്യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക ബെറ്റർ. പിന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ ലേഡീസ് ഫിംഗർ, ടിൻഡ എന്നൊക്കെ പറഞ്ഞ വെജിറ്റബിൾ കാറ്റഗറി ഉണ്ട്. ക്യാരറ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഇതിൻ്റെ എല്ലാം കൺസംഷൻ ഇൻക്രീസ് ചെയ്താലും ഡയബറ്റീസ് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ മലയാളികളുടെ സൗത്ത് ഇന്ത്യൻസ് മെയിനായിട്ട് കഴിക്കുന്നതാണ് ചോറ് കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ബ്രൗൺ റൈസ് മെയിനായിട്ട് ചൂസ് ചെയ്താൽ മതി. കമ്പയർ വെച്ച് വൈറ്റ് റൈസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്രൗൺ റൈസിൽ ഫൈബർ റിച്ച് ആണ്. അതുകൊണ്ട് ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്താൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചോറ് കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല ഡയബറ്റീസ് പേഷ്യൻസിന്. അപ്പോൾ ഈ ഗൾഫിലെ പ്രധാനമായും ഈ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രമേഹം, ഡയബറ്റിക്സ് ആണ്, പ്രഷർ, ഈ മൂന്നെണ്ണമാണ്. പക്ഷേ ഈ കൊളസ്ട്രോളിൻ്റെ തോത് ഇവിടെ സാധാരണ രീതിയിൽ കൂടുതലാണ്. കാരണം ഇവിടെ കുറച്ചുകൂടി ഈ ഒരു മീറ്റൊക്കെ അധികം ഉപയോഗിക്കുന്നുള്ളതാണ്. അതെ. കൊളസ്ട്രോളിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. മോസ്റ്റ്ലി എല്ലാവരും കഴിക്കുന്ന ജങ്ക് ഫുഡ്സ്, ഫാറ്റി ഫുഡ്സ്, ഫ്രൈഡ് ഫുഡ്സ്, ഇതിൽ നിന്നെല്ലാമാണ് മെയിനായിട്ട് കൊളസ്ട്രോൾ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും മെയിൻ വരുന്ന ഫുഡാണ് ബിരിയാണി, നെയ്ച്ചോറ്,
മട്ടൻ, ബീഫ്. റെഡ് മീറ്റ്സിലെല്ലാം കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലാണ്. കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൊളസ്ട്രോൾ ലെവൽ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആരോഗ്യത്തോടു കൂടി കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാ മനുഷ്യരും. അതുകൊണ്ട് അത്ര ആളുകൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾ നാട്ടിലെത്തിയാൽ പെട്ടെന്ന് അസുഖം വന്ന് കിടപ്പിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുമ്പോൾ സമ്പാദ്യമായി കൊണ്ടുപോകുന്നത് ഈ അസുഖങ്ങളാണെന്നുള്ള ഒരു ചൊല്ല് തന്നെ ഉണ്ട്. അപ്പോൾ സജസ്റ്റ് ചെയ്യാവുന്ന ഹെൽത്തി ഫുഡ് ഇതൊക്കെയാണ്. ഓക്കെ, ഒരു ജനറൽ ആയിട്ടുള്ളൊരു ഡയറ്റ് പറയാം. ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ടും കഴിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു പ്രോട്ടീൻ കഴിക്കുന്നത്, എഗ് വൈറ്റ് അല്ലെങ്കിൽ പൾസസ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു ഇൻ ബിറ്റ്വീൻ മീൽ ഹാബിറ്റ് ഉണ്ടാക്കുക. ഒരു 11 o'clock 11:30 ഒരു വാട്ടർ കണ്ടന്റ് ആയാലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ആയുള്ള കൺസംഷൻ ആണെങ്കിൽ നല്ലതാണ്. ഉച്ചയ്ക്ക് ലഞ്ചിന് സാധാ പറഞ്ഞ പോലെ തന്നെ ചോറ് കഴിക്കാം. ചോറ്, ഫിഷ്, ചിക്കൻ ഏതാണ് വട്ടവർ യു പ്രിഫർ നമുക്കത് കഴിക്കാവുന്നതാണ്. ഈവനിങ് ഒരു 4 o'clock ഫ്രൈഡ് സ്നാക്സ് കഴിക്കുന്നതിന് പകരം ബേക്ക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും കഴിച്ചാലും നമുക്ക് ഈ കൊളസ്ട്രോൾ അതിനുള്ളത് കുറയ്ക്കാൻ പറ്റും. ഡിന്നർ ഒരു 7:30 8 o'clock മുന്നായിട്ട് കഴിക്കുന്നതാണ് ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഡിന്നറിന്. അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ചിക്കനോ ഈ പറഞ്ഞ പോലെ ഫിഷോ പൾസസോ വെജിറ്റബിൾസോ എന്തായാലും കൺസംഷൻ ഇൻക്രീസ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് കുറക്കുക ഡിന്നറിന്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പാചക വിദഗ്ധയുടെ ഇന്റർവ്യൂ കഴിഞ്ഞു, വീട്ടമ്മമാരെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഡയറ്റീഷ്യനും കൂടി ആകുമ്പോൾ ഈ ഫുഡിന്റെ മുഴുവൻ കൺസെപ്റ്റ് പൂർത്തിയാവും. അപ്പോൾ ഫുഡ് ആണ് പല അസുഖങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളത് സത്യമാണ്. മാധ്യമ പ്രവർത്തനം കേവലം ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു സമർപ്പണം കൂടിയാണ്. സാമൂഹ്യ സേവനത്തിൻ്റെ മറ്റൊരു വഴിത്താര. അതുകൊണ്ട് തന്നെ സമൂഹം പലതും മാധ്യമ പ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കർമ്മം കൊണ്ട് നന്മ ചെയ്യേണ്ടവർ. എന്നാൽ ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ സാർവത്രികമായപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ വാളുള്ളവർ വെളിച്ചപ്പാടായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് എല്ലാവരും മാധ്യമ പ്രവർത്തകർ. മാധ്യമ പ്രവർത്തനത്തിൻ്റെ എത്തിക്സ്, മൂല്യം അല്ലെങ്കിൽ മൊറാലിറ്റി ഇപ്പോൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് വൃത്തികേടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകളാക്കാം എന്ന സാമൂഹ്യ വിരുദ്ധമായ നിലപാട്. മരിക്കാത്ത പ്രശസ്തരെ മരിപ്പിക്കുക, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീടിന് പകരം മറ്റൊരാളുടെ ബംഗ്ലാവ് കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുക, ഒരു പ്രശസ്തൻ്റെ മകളുടെ കല്യാണം ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളുടെ കല്യാണമെന്ന് തെറ്റിദ്ധരിപ്പിക്കുക, ഇങ്ങനെ കുറേ കള്ളപ്പോസ്റ്റുകൾ. ഇത്തരം കള്ളപ്പോസ്റ്റുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ഇട്ടാൽ ഇവിടെ കനത്ത ശിക്ഷയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സത്യവുമായി ബന്ധമില്ലാത്ത ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഗൾഫിൽ ജയിൽ ഉറപ്പ്. നമ്മുടെ നാട്ടിലും ഇത്തരം കള്ളപ്പോസ്റ്റുകൾക്കെതിരെ സൈബർ നിയമം കർശനമാക്കേണ്ടതുണ്ട്. ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം.